അതെ. ബന്ധപ്പെട്ട് സ്പോട്ടിൽ പോകാണ്ടായി. ഉം, ഉം. അപ്പൊ അവിടെ ഒരു നമ്മുടെ പണി നടത്തുന്ന റൂട്ടിലാണ് ഈ ലോറി അടിച്ചു കയറിയത്. ഉം, ഉം. അതിന്റെ വിശദമായ വിവരങ്ങൾ പോലീസ് ഇവരുമായിട്ട് പരിശോധിച്ചിട്ടാണ് മുഴുവൻ പറയാൻ കഴിയുന്നത്. ഇതിൽ ഈ ദാരുണമായ ഒരു ബാരിക്കേഡ് തകർത്തിട്ടാണ് ലോറി കയറി ഉള്ളിലേക്ക് കയറിയത്. അപ്പൊ അതിന്റെ ക്രമീകരണം നമ്മുടെ അമ്പലത്തിന്റെ ആകാശവുമായി ബന്ധപ്പെട്ട യാത്രാക്രമേണകൾ പരിഹരിച്ചു വരുന്നുള്ളൂ. അപ്പോഴാണ് രാത്രി ബന്ധി കയറാനുള്ള സാധ്യത ഉണ്ടായത്. അവിടെ എത്ര പേര് 5 കുട്ടികൾ 2 കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഹോട്ടലൊക്കെ പോയി എന്ന് അന്വേഷിച്ച് പോലീസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഭാരവാഹികളൊക്കെ ചർച്ച ചെയ്തിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അധികം അപകടകരമായി ഉണ്ടായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഏകാദശി ദിനം നമ്മുടെ നാട്ടിലെ മറ്റുള്ള പഞ്ചായത്തിൽ വ്യാപിക്കുന്നു. അത് അപകട തെറ്റാണ്. അത് പരിഹരിക്കുന്ന ആവശ്യമായ നടത്താനായിട്ട് ഞാൻ മറ്റേ പോലീസും അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ട് പറയുന്നത് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഡ്രൈവറ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായ റിപ്പോർട്ട് പറയാൻ ഇനിയിപ്പോ അവരും കൂടി ആലോചിച്ചിട്ടാണെങ്കിൽ പൂർണ്ണമായ റിപ്പോർട്ട് പറയാൻ കഴിയും. എന്തായാലും മനുഷ്യന് വേദിക്കുന്ന ഒരു അനുഭവമാണ് എത്തുന്നത്. അനാവശ്യമായ നടപടി സ്വീകരിച്ച് നമ്മളെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്വീകരിക്കുന്നതിന് എന്നുള്ള നടപടി ടൂറിസമായിട്ട് നടത്തിയിട്ടുണ്ട്. ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കൂടുതൽ അപകടപ്പെട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഇന്നത്തെ ഏകാദശി ക്രമീകരണത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. MLA, ഒരു കാര്യം കൂടി, പോലീസ് എന്താണ് ഇതിൽ പറയുന്നത്? ഈ അമിത വേഗം ഇവർ ഉറങ്ങിപ്പോയതാണോ, മദ്യപിച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ MLAക്ക് ലഭിക്കുന്നുണ്ടോ? അല്ല, എനിക്കല്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് നൂലത് പരിശോധിച്ചിട്ട് പറയാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും എന്റെ മനസ്സിൽ പറഞ്ഞത് ലോറിക്കാര് മദ്യപിച്ചു കാണും. പിന്നെ ഏകാദശി എന്ന് പറഞ്ഞ ആ പ്രദേശം മുഴുവനും ജനങ്ങൾ വന്ന് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ക്രമീകരണം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇതിപ്പോ 2-3 ദിവസമായിട്ട് നടക്കുന്ന നമ്മുടെ ഏകാദശി പ്രോഗ്രാമാണ്. അതിലെ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി ചെയ്യിപ്പിക്കുന്ന നടപടി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് പോലീസ് ഇടപെട്ട് അതിന്റെ ആവശ്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അവിടെ പറ്റിയ കുട്ടികളുടെ വസ്തുതയാണ്. അവർക്കൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതിൽ പറയാനാണ് ചെയ്യുന്നത്. ശരി, ശരി. വളരെയധികം നന്ദി. CC മുകുന്ദൻ MLA ആണ് നമ്മളോട് സംസാരിച്ചത്.